Okay, mark your attendance. Okay, Hannah Ross, തലതിരിഞ്ഞ മോളെ ഇവിടെ കാണുന്നേ. Let us start. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ കയറി വരുന്നേ ഉള്ളൂ. ഓക്കെ, ബോക്സിൽ പ്രസന്റ് ഇടാൻ വേണ്ടി പോയതാ. ഓ അത് ശരി. ഓക്കെ, റെഡി? കണ്ടോ, ഒരു സ്ക്രീനിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് കണ്ടോ? നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ, then do it. Yes, മിസ് സ്ക്രീൻ ഷെയർ பண்ணிட்டு ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. സ്ക്രീൻ കിട്ടിയിട്ടില്ല ഇതുവരെ. കിട്ടും, വെയിറ്റ് ചെയ്യും. കിട്ടി. വെയിറ്റ് കിട്ടി. മിസ് മണ്ടത്തിൽ എഴുതണ്ടേ? മാത്തമാറ്റിക്സിന് എഴുതിട്ട് എഴുതാൻ പോരെ? ഓക്കെ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. നിങ്ങള് മോളോട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങളുടെ MS നോട്ട്ബുക്കിലാണ് എടുക്കേണ്ടത്. ഓക്കെ, അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം ചാപ്റ്റർ 1 എഴുതിയിട്ടില്ലായിരുന്നില്ലേ? ഇനി ചാപ്റ്റർ 2 ന്യൂ പേജിൽ എഴുതണേ. വേറെ ഒരു ടെസ്റ്റിന്റെ ബാക്കിയിൽ ന്യൂ പേജിൽ എഴുതണേ. അതുപോലെ യെസ്, എല്ലാ എക്സാമും MS നോട്ടിൽ എഴുതണ്ടേ. ഓക്കെ, ദെൻ പിന്നെ ഡേറ്റും എഴുതണം, ചാപ്റ്ററിന്റെ പേരും എഴുതണം. ചാപ്റ്റർ 2 ഡേറ്റും കൃത്യമായിട്ട് വേണം. 15/7/21. വെറുതെ പെട്ടെന്ന് എഴുതി തീർത്ത് ആൻസർ തെറ്റിക്കണ്ട. ഇഷ്ടംപോലെ സമയമുണ്ട്, ശ്രദ്ധിച്ചു തന്നെ ചെയ്യാം. ഇതിന്റെ ചോദ്യം എഴുതണ്ടേ? ചോദ്യം എഴുതണം. ചോദ്യം എഴുതണം സാർ? യെസ്, ചോദ്യം എഴുതിട്ടോ എഴുതണം. പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ വരും. 1, 2 അങ്ങനെ No. You must write questions also. ഇല്ല, പിന്നീട് പരീക്ഷയ്ക്ക് പഠിക്കുമ്പം ഏതാ നമ്പർ ഏതാന്നൊന്നും ഉത്തരം മനസ്സിലാവില്ല. ഫസ്റ്റ് വൺ, കൗണ്ടിങ് നമ്പേഴ്സ് ആർ നോൺ ആസ് ഡാഷ് എന്ന് എഴുതിയിട്ട് ഡാഷ് ഇട്ടിട്ട് ആ ഡാഷിന്റെ മുകളിൽ തന്നെ ആൻസർ വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ സാർ? Successor of a number can find if number is n എന്നും കൂടെ ഉണ്ട് അവിടെ കേട്ടോ. If number is n, ഇവിടെ n എന്നും കൂടെ ഉണ്ട്. Okay, successor of a number can find if the number is n. n ആണ് നമ്പർ എങ്കിൽ അതിന്റെ സക്സസർ എങ്ങനെ കാണാം? നിങ്ങൾ ഇവിടെ n കൂടെ ആഡ് ചെയ്യണം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? സക്സസർ കാണാനോ? n എന്ന നമ്പർ അതിന്റെ സക്സസർ എങ്ങനെയാ നമ്മൾ കാണുന്നേ? n ആണ് നമ്പർ എങ്കിൽ അതിന്റെ സക്സസർ എങ്ങനെയാ കാണുന്നേ? രാവിലെ ചെയ്യുന്ന രീതി മാത്രം എഴുതി വെച്ചാൽ അങ്ങ് എഴുതിയാ മതി എങ്ങനെയാ കാണുന്നതെന്ന്. അങ്ങനെയാണ്. ഇപ്പോഴാണ് പിടി കിട്ടിയതല്ലേ?
ഇപ്പോഴാണ് പിടികിട്ടത്. ക്വസ്റ്റ്യൻ പറഞ്ഞ മിസ്. മിസ്സേ എന്നിന്റെ സക്സസ് കിട്ടുന്നതെന്ന് എഴുതാനാ? ആ, തന്നിരിക്കുന്ന നമ്പർ n ആണെങ്കിൽ അതിന്റെ സക്സസർ എങ്ങനെ കിട്ടും? നമ്പർ പോലെ ചെയ്യുന്നാലിത്. Then third question, all natural numbers are whole numbers. True ആണോ false ആണോ? All natural numbers are whole numbers. അത് ട്രൂ ആണോ false ആണോ എഴുതണം. മിസ്സേ എന്തോ? ഞാൻ ആൻസറിന്റെ അടുത്ത് ഒരു വര ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. അല്ല, ക്വസ്റ്റ്യന്റെ എടുത്ത് ഒരു വര ഇട്ടിട്ട് ആൻസർ എഴുതാം. Why do you doing like so? What's the reason? എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? മിസ് പറഞ്ഞു പോരാ. കാരണം നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എന്താണ് ആൻസർ, എന്താണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ PDF ഒന്നും അയച്ചു തരുന്നില്ല. എല്ലാ കുട്ടികളും കയറി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആയിട്ട് PDF അയച്ചു തന്നിട്ടും കാര്യമില്ല, നിങ്ങൾ ആരും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും കൃത്യമായിട്ട് തന്നെ എഴുതുക. പോരാ. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്. ട്രൂ ഓർ ഫോൾസ് നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്. ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് എഴുതുക, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് എഴുതുക. റെക്കോർഡിംഗ് ഓൺ അല്ലേ? മിസ്സിനെ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ പറ്റൂല. സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡിംഗ് ആണോ ഇല്ലെന്ന് മനസ്സിലാവില്ല. ഇവിടെ കാണുന്നുണ്ട് റെക്കോർഡിംഗ് തന്നെ. ടേക്ക് യുവർ ഓൺ ടൈം. തിരക്കിട്ട് എഴുതിയിട്ട് തെറ്റിക്കണ്ട. Fourth question, 0 is the smallest whole number. True or false? 0 ആണ് ഏറ്റവും ചെറിയ whole number. 0 is the smallest whole number. True or false? Zero is the smallest whole number. True or false? Next, question number 5. Draw a number line to find 4 plus 3. Draw a number line to find 4 plus 3. 4 plus 3 കാണാൻ വേണ്ടിയുള്ള നമ്പർ ലൈൻ ചെയ്യാം. നീറ്റ് ആയിരിക്കണം ചെയ്യുന്നത്.
മിസ്സേ യെസ്, ആ 6th വൺ മനസ്സിലായില്ല. ഞാൻ വരാം. 5th one finish. Then 6th one, 4 plus 6 is equal to 6 plus 4. Name the property you used here. ഏതാ? പ്രോപ്പർട്ടീസ് ഓഫ് ഹോൾ നമ്പേഴ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റിവിറ്റി, ഡിസ്ട്രിബ്യൂട്ടിവിറ്റി, പിന്നെന്താ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നൊക്കെ പ്രോപ്പർട്ടീസ് പഠിച്ചില്ലേ? അതില് ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഇവിടെ ഇത് എഴുതിയിരിക്കുന്നത്? 4 plus 6 is equal to 6 plus 4. നെയിം ദ പ്രോപ്പർട്ടി യൂസ്ഡ് ഹിയർ. ഏതാണ്? ക്ലോഷർ ആണോ, കമ്മ്യൂട്ടേറ്റിവിറ്റി ആണോ, അസോസിയേറ്റിവിറ്റി ആണോ, ഓർ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ആണോ? വിച്ച് പ്രോപ്പർട്ടി യൂസ്ഡ് ഹിയർ? ഏഴാമത്തെ ക്വസ്റ്റ്യനോ? Okay. 6th one finished. Then 7th one, find 12 into 35. That is into multiplication. Find 12 into 35 using distributive property. Distributive property ഉപയോഗിച്ചിട്ട് 12 into 35 ചെയ്യണം. Okay, do this problem using distributive property. That is 12 into 35. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യണം. മിസ്സേ 6th ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു തരാമോ? ഏത് പ്രോപ്പർട്ടിയാ ഉപയോഗിച്ചത്? നെയിം ദ പ്രോപ്പർട്ടി യൂസ്ഡ് ഹിയർ. യെസ്, അത് 2 നമ്പർ അല്ലേ ഉള്ളൂ? 2 നമ്പറേ ഉള്ളൂ. പക്ഷെ അതിന്റെ നമ്പേഴ്സിനെ നോക്ക്. 2 നമ്പറേ ഉള്ളൂ, പക്ഷെ നമ്പേഴ്സ് നോക്ക് എന്താ മാറ്റം. വാട്ട് ഈസ് ദ ചേഞ്ച്?
എന്താ മിസ്സേ? അതെ. ആ ഫിനിഷ്. Seventh one, finish. Okay, eighth one, which is the multiplicative identity of whole number? Which is the multiplicative identity of whole number? അതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് മീനിങ് പറഞ്ഞോ. നമ്മള് ലെസൺ എടുത്തോ പറഞ്ഞില്ലേ, ഐഡന്റിറ്റി ഓഫ് ഹോൾ നമ്പേഴ്സ്. അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. ഓർമ്മയില്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ രാവിലെ റിവിഷൻ ക്ലാസ്സിൽ കയറിയില്ല അല്ല ജോയ്സി? Which is the multiplicative identity of whole numbers? ആലോചിച്ചാ കിട്ടും. ആ എക്സാമ്പിൾസ് ഒന്ന് ആലോചിച്ച് നോക്ക. എന്ത്? Seventh one. Find 12 into 35 using distributive property. Distributive property ഉപയോഗിച്ചിട്ട് ആ 12 into 35 നമ്മൾ ചെയ്യാന്ന്. 35, that means 35 സ്പ്ലിറ്റ് ചെയ്യാം, എന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്താം 12. യെസ് സായി കൃഷ്ണ, എന്താ പ്രശ്നം? സായി കൃഷ്ണൻ സെവൻത്ത് വന്നൊന്ന് പറഞ്ഞുതരോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് 12ഉം 35 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നിങ്ങൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? സ്പ്ലിറ്റ് ചെയ്യുമല്ലേ ചെയ്യുന്നത്? ഏത് നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യും? ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ ഇവിടെ?
എന്നിട്ട് ആ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിനകത്ത് എഴുതുക. നമുക്ക് ഇഷ്ടമുള്ളത് സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ? ഈസി ഉള്ളതാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കാൽക്കുലേഷൻസ് ഈസി. സോ കാൽക്കുലേഷൻ ഈസി ആവാൻ പറ്റിയത് സ്പ്ലിറ്റ് ചെയ്യണം. കുഴപ്പമുണ്ടോ മിസ്സേ? എന്തോ അങ്ങനെ അല്ലാതെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി, സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടില്ല. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ വേറെ എന്താ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഞാനിപ്പം ചെറുത് നോക്കിയല്ല ചെയ്തത്. ഓക്കെ 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 യു ക്യാൻ സ്പ്ലിറ്റ് എനി നമ്പർ. Wait. First finish 7th one, after that 8th one. Then 8th one, which is the multiplicative identity of whole number? Multiplicative identity of whole number. മിസ് അറിയാവുന്ന ക്വസ്റ്റ്യന് ചെയ്ത് പോട്ടെ. ഓക്കെ, നമ്പർ തെറ്റരുത്. ഇതിനകത്ത് എന്തോ ഇത് മാത്രം അറിയാത്ത ക്വസ്റ്റ്യൻ ഏതാ? പാഠം കഴിഞ്ഞു, റിവിഷൻ കഴിഞ്ഞു അല്ലേ? Next question, write two numbers which can be arranged as squares. Square ആയി arrange ചെയ്യാൻ പറ്റുന്ന രണ്ട് numbers എഴുതുക. Write two numbers which can be arranged as squares. Square shape pattern making le dots ഉപയോഗിച്ച് square ഉണ്ടാക്കുന്നതിനുള്ള question ആണ്. Write two numbers which can be arranged as squares. Okay, ഇനി 10 minutes കൂടെ ആണുള്ളത്. Next one, last and final. Okay, 10 minutes ഉണ്ട് കേട്ടോ.
Find the product by suitable rearrangement. Okay, 4 into 166 into 25. Question മനസ്സിലായില്ല? 4 into 166 into 25. ഇതിനെ suitable rearrangement ചെയ്ത ശേഷം കാണുക. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഒരു റീഅറേഞ്ച്മെന്റ് ഉണ്ട് അതിനകത്ത്. വെറുതെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. ഇതിനകത്ത് ക്വസ്റ്റിന്റെ പ്രാധാന്യം റീഅറേഞ്ച്മെന്റ് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ജോയ്സിയെ, എന്താ പരിപാടി അവിടെ? ഒന്നുമില്ലേ? ആൻസർ എഴുത്. പത്താമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് സ്യൂട്ടബിൾ റീഅറേഞ്ച് ചെയ്തിട്ട്, അതായത് ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അതിനുശേഷം അതിനെ അതിന്റെ പ്രോഡക്റ്റ് കാണും. പ്രോഡക്റ്റ് കാണുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. നിങ്ങൾ സാധാരണ ഇത്രനാൾ ചെയ്ത പോലെ സിമ്പിൾ ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കല്ല. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നു. ഓക്കെ, അത് ഉപയോഗിക്കണം. എന്താ ജോയ്സ് ഇത്? ഒന്നും കിട്ടുന്നില്ലേ?
Miss finished. Okay, good. Check your answers. Miss finished. Okay, good. Check your answers. Okay, Miss Shin Square stop ചെയ്യാൻ പോവാണേ. Ready? Stop ചെയ്യട്ടെ. Okay, then Edwin finish ചെയ്തായിരുന്നോ? ലക്ഷ്മി പ്രിയ. ഓക്കെ, then ഇനി ആരാണ്? ഏബൽ ബിനോയ്, ആവണി സന്തോഷ്. ഒന്നും കാണുന്നില്ലല്ലോ. എന്താ മുഹമ്മദ് ഒക്കെ ഓർക്കം വരുന്നുണ്ടോ എക്സാം കഴിഞ്ഞപ്പോഴത്തേന്? Okay, any doubt? No doubt. Okay. Recording off ചെയ്യാൻ പോണേ മിസ്. Okay.